ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മിച്ചു. കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്നായിരുന്നു കേട്ടോ ചെക്കൻ്റെ വീട്ടിലെ റിസപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചെന്നൈയിൽ വീടായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ വിത്തനശ്ശേരിയിലെ തറവാട്ട് വീട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്കുള്ള ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരെ തറവാട്ട് വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് വണ്ടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ട്രിപ്പിൽ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ട്രിപ്പിൽ അത്ര ആളുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പാട്ടൊക്കെ വെച്ചപ്പോൾ നെന്മാറയിൽ നിന്ന് വിത്തനശ്ശേരിക്ക് 10 മിനിറ്റിൻ്റെ ഗ്യാപ്പേ ഉള്ളെങ്കിൽ പോലും പാട്ട് വെച്ചപ്പോൾ അടങ്ങിയിരിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പാട്ടൊക്കെ വെച്ചപ്പോൾ ഡാൻസ് കളിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കാണാം. കുറേ നേരം കളിച്ചെന്ന് തന്നെ നമ്മൾ പിന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കാര്യമായിട്ട് അങ്ങനെ കളിച്ചില്ല, കാരണം നമ്മുടെ മേക്കപ്പ് ഒട്ടും കളയാരുതല്ലോ എന്ന് വിചാരിച്ചു. അതിന് നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ അതായത് പലഹാരങ്ങൾ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് പലഹാരം കൊണ്ടുപോകുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് നേരം വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു നെന്മാറയിൽ. അപ്പോൾ അതവർ സാധനങ്ങൾ വാങ്ങിയിട്ട് വരുന്നവർ നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ പാലക്കാട് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ പലഹാരങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴും നമ്മൾ കൊണ്ടുപോയതിൻ്റെ ഒരു ഐറ്റം കൂടുതലായിട്ട് അവർ റിട്ടേൺ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അത് നമ്മുടെ സമുദായക്കാർക്കും റിലേറ്റീവ്സിനും ഒക്കെ നമ്മൾ പങ്കുവെച്ച് കൊടുക്കുന്ന ആ ഒരു ചടങ്ങ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് അവളെ ഇന്നലെ കല്യാണം കഴിച്ച് അയച്ചതിന് ശേഷം നമ്മൾ ഇന്ന് അവളുടെ വീട്ടിലേക്ക് അവളെ കാണാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലും കൂടിയാണ് കേട്ടോ. അപ്പോൾ അവളുടെ കോസ്റ്റ്യൂംസ് എങ്ങനെയാണ്, അമ്പലത്തിലേക്ക് പോയോ, എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തത് കൊണ്ടാണ് ഇത്രയും ലോങ് ആയിട്ട് തോന്നുന്നത് കേട്ടോ. കാരണം നെന്മാറയിൽ നിന്ന് വിത്തനശ്ശേരിക്ക് അത്ര ഡിസ്റ്റൻസ് ഇല്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ലോങ് ആയിരുന്നെങ്കിൽ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയേനെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നമുക്ക് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് പോകുമ്പോഴും തിരിച്ച് വരുമ്പോഴേക്കുമൊക്കെ നമുക്ക് കളിക്കായിരുന്നല്ലോ. പക്ഷേ ഇത് അടുത്തായതുകൊണ്ട് അത്ര എന്താ പറയുക, ഡാൻസൊന്നും കളിക്കാൻ പറ്റിയില്ല. 1-2 പാട്ടുകൾ മാത്രമേ കളിക്കാൻ പറ്റിയുള്ളൂ. എങ്കിലും ഞങ്ങളത് നന്നായി എൻജോയ് ചെയ്തു എന്നുള്ളതാണ് സത്യം. മേമന്മാരും മക്കളും ഒക്കെ ഒരേ വൈബായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു എന്താ പറയുക വ്യത്യാസങ്ങളും തോന്നാറില്ല കേട്ടോ. നാണക്കേടായിട്ട് മാറി നിൽക്കുക അങ്ങനെ ഒന്നുമില്ല. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും കൂടെ ഭർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് തറവാട് വീട്. അപ്പോൾ കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവരും ഓരോരോ സൈഡായിട്ട് നിൽക്കുകയാണ്. ഇത് എൻ്റെ സിസ്റ്റേഴ്സൊക്കെ ഉണ്ട് ഇവിടെ, ഫോണ് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതായത് സദ്യയും പിന്നെ ചിക്കൻ കറിയും പിന്നെ ഗോതമ്പ് പായസം പാലട പായസം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസ് ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.